ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. നമ്മൾ കാണാൻ പോകുന്ന കസിൻസ് ആൻഡ് കല്യാണം എന്ന് പറഞ്ഞൊരു മലയാളം വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 13 ഇതിന് മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. കാണാത്തവർ തീർച്ചയായും കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ സംസ്കൃതിയും ബാക്കിയുള്ള കസിൻസ് എല്ലാം കൂടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ചന്തു ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ളവരെയും ചിരിപ്പിക്കുകയാണ്. ഇപ്പം നമ്മുടെ സംസ്കൃതിയിലെ ഫോട്ടോയുമായിട്ട് അവരെ മാമനെടുത്ത് ചോദിക്കുകയാണ്. അവരെ മാമനും ഇത് കണ്ട് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അവൾ വേറെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും അവരും എല്ലാവരും പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അവസാനം നമ്മുടെ സംസ്കൃതിയുടെ അമ്മയെടുത്ത് കൊണ്ട് കാണിക്കുകയാണ്. ദിയുടെ അമ്മയെ സത്യങ്ങളെല്ലാം അവളെടുത്ത് പറയുകയാണ്. അടുത്ത സീനി കാണിക്കുന്ന നമ്മുടെ പ്രജിത്തണ്ണൻ ദിയുടെ അമ്മയ്ക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ ദിയുടെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രജിത്തണ്ണന് ദിയുടെ കല്യാണക്കാര്യം അവരമ്മയെടുത്ത് സംസാരിക്കുകയാണ്. ഇത് കേട്ട് ദിയുടെ അമ്മയും പറയുകയാണ് അവളുടെ തീരുമാനമാണ് എനിക്ക് വലുത്, അവൾ എന്ത് തീരുമാനിക്കുന്നു അതേ കണക്ക് ചെയ്യത്തുള്ളൂ എന്ന് അവനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ കസിൻസ് എല്ലാം കൂടെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്തേക്ക് അവിടേക്ക് പ്രജിത്തണ്ണം വരികയാണ്. എന്നിട്ട് ദിയെ വിളിച്ചിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം, നീ എൻ്റെ കൂടെ വരണമെന്ന് അവളോട് പറയുകയാണ്. അവളും എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ മനുവിൻ്റെ അടുത്ത് അവൾ സംസാരിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ പ്രജിത്തണ്ണനും വിഷമിച്ച് അവിടുന്ന് പോവുകയാണ് ഗൈസ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കസിൻസ് എല്ലാം കൂടെ ബ്യൂട്ടി പാർലറിലോട്ട് വരികയാണ്. ചന്തു മനു ഒഴിച്ചു ബാക്കി എല്ലാവരും കൂടെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്തു അടുത്ത റിസപ്ഷനിസ്റ്റിനെ കാണുകയാണ്. ഇപ്പം നമ്മുടെ ചന്തു ആ പെണ്ണിൻ്റെ അടുത്തോട്ട് പോയിട്ട് എന്തൊക്കെ ഫേഷ്യലുണ്ടെന്നും പറഞ്ഞ് സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മനു പെട്ടെന്നൊരു ബുക്ക് എടുക്കാൻ പോയപ്പോഴേക്കും സംസ്കൃതിയുടെ ബാഗ് തറയി വരികയാണ്. ആ ഒരു ബാഗിലുണ്ടായിരുന്ന ഫോട്ടോ ഇപ്പം നമ്മുടെ മനു കാണുകയാണ്. അവനും ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ സംസ്കൃതിയിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നിന്റെ ബാഗിൽ നിന്നും തറയി വീണയാണെന്ന്. ഇത് കേട്ട് അവളും വിഷമിച്ചിരിക്കുന്ന സമയത്ത് മനു പറയുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ സംസ്കൃതി ഇപ്പോൾ മനുവിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ് നീയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കസിൻ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് ഞാനുണ്ടെന്ന് അവനോട് പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അതോടുകൂടി ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ് ഗൈസ്.